അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഉണ്ടാവുമല്ലോ. അപ്പോൾ റമദാൻ മാസം നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി ദുആ ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു സമയമാണ്. നമുക്ക് ആഗ്രഹങ്ങൾ പറയാനും വിഷമങ്ങൾ പറയാനും അള്ളാഹുവിൻ്റെ മുന്നിൽ ആവശ്യങ്ങൾ പറയാനുമുള്ള ഒരു സമയമാണ്. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും വലിയൊരു സമയമാണ്. എല്ലാ ദിവസങ്ങളിലും നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഇരട്ടിയായിട്ട് നമുക്ക് ഫലം കിട്ടുന്ന ഒരു മാസമാണ് റമദാൻ മാസം. നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരുപാട് അമലുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള പ്രതിഫലം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ അള്ളാഹു തരും എന്ന ഉറച്ച വിശ്വാസം വേണം. അള്ളാഹു നമുക്ക് തരും. നമുക്ക് കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ട്, കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, ശ്വാസം കഴിക്കാനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്. എത്ര പേര് ഈ ഭൂമിയിൽ ഭക്ഷണം കിട്ടാത്തവരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നമ്മളെപ്പോലെ അല്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്ന ജീവനുകൾ എത്ര ദുനിയാവിലുണ്ട്. നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമുക്ക് പടച്ച റബ്ബ് തന്നില്ല എന്നൊരു ചിന്ത നമുക്ക് വരുത്തിക്കരുത്. നമ്മളിൽ നിന്നുള്ള താഴെയുള്ളവരെ നോക്കുക. അവരെ നോക്കിയിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കുക. പടച്ച റബ്ബ് തന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുക, ഹംദ് പറയുക. ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. മുകളിലുള്ളവരെ നമ്മൾ ഒരിക്കലും നോക്കരുത്. മുകളിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വർദ്ധിക്കുകയേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താനും കഴിയില്ല. നമ്മുടെ ജീവിതം പാഴായി പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് കഷ്ടപ്പാട് വരുമ്പോൾ നമ്മളിൽ നിന്ന് താഴെ ഒരുപാട് അകലത്തിൽ നിൽക്കുന്നവരെ നോക്കുക. എത്ര പേര് ദുനിയാവിൽ ഓരോരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിലും എത്രയോ ബെറ്ററായിരിക്കും നമ്മുടെ ജീവിതം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ ഹലാലായ രീതിയിൽ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുതം എന്ന് പറയട്ടെ, 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും. എങ്കിലും നിങ്ങൾ ഒരു ദിവസം ചെയ്തിട്ട് നിർത്താതെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഫലം ഇരട്ടിയായിട്ട് കിട്ടും. നിങ്ങൾ ഒരു തവണ ചെയ്താൽ മതി ഇങ്ങനെ, എന്നാലും നിങ്ങൾക്ക് ഫലം കിട്ടും. ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിയത്ത് വെച്ച് മനസ്സറിഞ്ഞ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആദ്യം തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ട് റമദാൻ മാസമാണല്ലോ, നമ്മളെല്ലാവർക്കും പുറത്തു കൊടുക്കുക. നമ്മളോട് ആരെങ്കിലും എനിക്ക് പുറത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അത് മാത്രം ഞാൻ പുറത്ത് തരില്ല, എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും പുറത്ത് കൊടുക്കുക. കാരണം നമുക്ക് പടച്ച റബ്ബ് പുറത്ത് തരണമല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുക. നമ്മൾ പുറത്ത് കൊടുത്താലേ നമുക്ക് പടച്ച റബ്ബും പുറത്ത് തരുകയുള്ളൂ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ സുബയുടെ സമയം ആരംഭിക്കുക, അതായിരിക്കും ഉത്തമം. എന്നിട്ട് നിങ്ങൾ നിയത്ത് വെച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത ശേഷം നിസ്കാരപ്പായലിരുന്നിട്ട് നബിയുടെ ഹറത്തിലേക്ക് സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിയത്ത് വെക്കുക. 101 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്യുക. ഇസാ ജാഅ എന്ന് തുടങ്ങുന്ന നസ്ര സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഇരിപ്പിൽ ഓതാൻ കഴിഞ്ഞെങ്കിൽ അത്രയും ഫലം ഇരട്ടിയാകും. ഒരു ഇരിപ്പിൽ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിയത്ത് വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഓതി തീർക്കുക. അത്ഭുത ഫലം എന്ന് പറയട്ടെ, നിങ്ങൾ ഓതി തീർത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടന്നു കിട്ടും. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു ഇസ്ലാമിക് ടിപ്സ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.